ചോര കുളിച്ചിരിക്കുക ഇവരെ ഇവിടെ പറയുന്നതെല്ലാം കള്ളമാണ്. നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ പരിപാടി നമ്മുടെ ജോബി അങ്കിളുടെ കൃഷി സ്ഥലത്തേക്ക് കുറച്ച് പയറിൻ്റെ തൈ നമ്മുടെ ജോബി അങ്കിളുടെ കൂടെ നടാൻ വേണ്ടി പോവുക. അങ്ങനെ ഓരോന്നായി കൊണ്ടുവന്ന തൈകൾ പെട്ടെന്ന് നട്ടു. നട്ട് കഴിഞ്ഞ് ചെടികളോട് കുറച്ച് കുശലങ്ങളൊക്കെ പറഞ്ഞ് അവിടുന്ന് വീട്ടിലേക്ക് തിരിച്ചു. വരുന്ന വഴിക്ക് കുറച്ച് മീനും കൂടെ മേടിച്ച് വീട്ടിലേക്ക് എത്തി. കൊണ്ടുവന്ന മീൻ നമ്മുടെ ജോബി അങ്കിൾ വൃത്തിക്ക് ക്ലീനാക്കി എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കള്ളിപ്പൂച്ച വന്നത്. നമ്മുടെ കള്ളിപ്പൂച്ചയ്ക്ക് കുറേ തലപ്പീസ് ഇട്ട് കൊടുത്തതുകൊണ്ട് നമ്മുടെ കോഴി അങ്ങ് പിണങ്ങിപ്പോയി. അങ്ങനെ ക്ലീനാക്കി കഴിഞ്ഞ് ബാക്കിയിരുന്ന വേസ്റ്റ് നമ്മുടെ കോഴികൾക്ക് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ ആടുകൾക്ക് കുറച്ച് പ്ലാവെല്ലാം അങ്ങ് കൊടുത്തു. നമ്മുടെ രാവിലത്തെ പരിപാടിയൊക്കെ തീർത്ത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോഴുണ്ട് നമ്മുടെ എബേൻകുട്ടൻ അവൻ്റെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക. എന്തായാലും ലോക്ക്ഡൗണിൽ പരീക്ഷ എഴുതിയവരൊക്കെ ഭാഗ്യവാന്മാരാണ്. അത് വേറെ ഒന്നുമല്ല, സമാധാനത്തിൽ പാട്ടൊക്കെ കേട്ട് പരീക്ഷ എഴുതാൻ പറ്റുന്നത് വലിയൊരു കാര്യം. സാറേ എൻ്റെ ആണോ എഴുതുന്ന കാണുന്നില്ലെന്ന് പറഞ്ഞേ, സാറേ കേൾക്കാമോ? ആ ഓക്കെ സാർ, ഓക്കെ സാർ. ഞാൻ തിരുപ്പി എഴുതോട്ടെ. ഇല്ലടാ, നമ്മള് രണ്ടുപേരും മാത്രം സത്യസന്ധന്മാര്, ബാക്കിയെല്ലാവരും ഇറങ്ങിപ്പോകണം. അങ്ങനെ നമ്മുടെ എബൻകുട്ടൻ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവനെ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മുടെ വിൽസൺ അങ്കിളുടെ വീട്ടിലേക്ക് പെട്ടെന്ന് തെറിച്ചു. വന്നപ്പോൾ നമ്മുടെ സ്വന്തം നിന്നെ ചേച്ചി ഉണ്ടായിരുന്നു. ഈ കോക്കറി കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ സ്വന്തം നിന്നെ ചേച്ചി. അപ്പാടെ നമ്മുടെ സ്നേക് ബാബുവിനെ എടുത്ത് നമ്മുടെ പരിപാടി അങ്ങ് തുടങ്ങി. ഒരു റിയാക്ഷനെങ്കിലും തരണ്ടടി, പേടിച്ച് എങ്ങനെയൊക്കെ. ഗൈസ്, നമ്മുടെ സ്നേക് ബാബുവിന് ഒരു വിലയില്ലാതായി. കോഴി പോലും പേടിക്കുന്നില്ല. ഇത് വേറെ റബ്ബറാ. ഇട്ടോ ഇട്ടോ, പെട്ടെന്ന് ഇട്, പെട്ടെന്ന് ഇടടി ഇടടി. ഇപ്പോൾ പറയാൻ പോകുന്ന കഥ നമ്മുടെ നിഫി ചേച്ചിൻ്റെ കഥയാണ്. പണ്ടെങ്ങാണ്ട് ആക്സിഡന്റ് ആയപ്പോൾ നടന്ന ഒരു കഥ. വിടല്ലേന്നു ഓട്ടക്കാരടിച്ച് ചോര കുളിച്ചിരിക്കുക. അന്നേരം ഞങ്ങൾ അവനെന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുന്നു. എന്റെ വിചാരം എന്ത് മൂക്ക് പാലം പൊട്ടിയിട്ട് ഫ്രണ്ട് പല്ലല്ല ഇളകിയത്, വാ തുറക്കാൻ പറ്റാത്ത അറത്തരാണ്. അവള് പറഞ്ഞോണ്ടിരുന്നെന്ന് പറയും, ഇവരെ വിടരുത്, ഇവൻ പറയുന്നതെല്ലാം കള്ളവാ. അപ്പൊ ഒരു നെക്സ്റ്റ് ലെവൽ പ്ലാനിങ്ങോടെ വരാൻ പറ്റത്തുള്ളൂ. പാമ്പേ ചതിച്ചു. ചോറ് മീൻ കറിയോ? അങ്ങനെ അടിപൊളി ഊണും നിന്നിച്ചേച്ചിൻ്റെ വക അടിപൊളി കണ്ടന്റുമായി തിരിച്ച് ജോബി അങ്കിളുടെ വീട്ടിലേക്ക് എത്തി. ഇവിടെ വന്നപ്പോഴുണ്ട് നമ്മുടെ ജോബി അങ്കിളും മമ്മിയും രാജി ചേച്ചിയും കൂടെ കശുവണ്ടി ചുട്ടെടുത്തുണ്ട്. അങ്ങനെ ചുട്ടെടുത്ത കുറച്ച് കശുവണ്ടി തിന്നിട്ട് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴുണ്ട്
നമ്മുടെ എബൈൻ പരീക്ഷയൊക്കെ കഴിഞ്ഞ് പുതിയ ബിസിനസ്സുമായി ഇറങ്ങി. അത് വേറെ ഒന്നുമല്ല, ഈ ഒരാവശ്യമില്ലാത്ത സൂം കോൾ മീറ്റിംഗും സൂം ട്രെയിനിങ്ങും എടുക്കുന്ന പരിപാടി പൊളിക്കാൻ വേണ്ടിയുള്ള ഒരു സർവീസ്. അതേപോലത്തെ ഒരു മീറ്റിംഗ് എൻ്റെ ചേട്ടൻ കൂടിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു. അത് പൊളിക്കാൻ വേണ്ടി നമ്മുടെ എബൈന് കോൺട്രാക്ട് കൊടുത്തു. അപ്പോടെ നമ്മുടെ എബൈൻ കുട്ടൻ്റെ സേന ആ സൂം കോൾ മീറ്റിംഗ് കയറി ഇറങ്ങി പൊട്ടിച്ചങ്ങ് കൊടുത്തു. എന്റെ പേരുണ്ടായിരുന്നു. ഈ ഗ്രൂപ്പ് പാകിസ്ഥാനിലുള്ള ഹാക്കർമാരാക്കി റിപ്പോർട്ട് അടിക്കാറുള്ളതിന് പോലീസ് പോലീസ് ആണ് അതിനൊന്നും ലെവൽ സാർ ഇങ്ങനെ എത്ര ഗ്രൂപ്പുകളിൽ നിന്ന് കൂട്ടിട്ടുണ്ട്. അങ്ങനെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.